ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എന്ന് ചോദിച്ചാൽ മനസ്സിൽ എവിടെയോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കാണുമ്പോഴൊക്കെ. അപ്പോൾ ആ ഒരു ആഗ്രഹം സഫലമാവാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗുരുവായൂർ പോവാണ്. ഗുരുവായൂർ വെച്ചിട്ട് നമ്മുടെ ടീമിൻ്റെ അരങ്ങേറ്റമുണ്ട്. അപ്പോൾ തിരുവാതിരക്കളി കളിക്കുന്നുണ്ട്, പിന്നെ ഒരു കോൽക്കളി, പിന്നെ ഒരു സെമി ക്ലാസിക്കൽ, പിന്നെ ഒരു മോഹിനിയാട്ടം, അങ്ങനെ ഒരു അങ്ങനെ 4-5 ഐറ്റമാണ് നമ്മളവിടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ ശോഭ ചേച്ചിയുടെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ കളിക്കണം എന്നുള്ളത്. അവരാണ് നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്നതെല്ലാം. അപ്പോൾ അവരെ ആഗ്രഹം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് കളിച്ചാലോ എന്ന്. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഗുരുവായൂർ പോകുമ്പോഴിങ്ങനെ അവരിങ്ങനെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ ഈശ്വര നമുക്കൊന്ന് കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഡാൻസ് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ സാമ്പത്തിക കാരണം പിന്നെ എന്തോ എനിക്കതിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്നെ ഡാൻസ് പഠിപ്പിച്ച ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി കാരണമാണ് നമുക്കിവിടെ എത്താനൊക്കെ പറ്റും. ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഉണ്ട് അവർ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്, ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഗുരുവായൂരുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു ട്രാവലർ വിളിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് ആൾക്കാർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്ത് വരാത്തവർ റൂം എടുത്ത് നിന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഞാൻ, അച്ഛൻ, അനിയത്തിയുടെ മോന്, എൻ്റെ മോന് എല്ലാവരും കൂടിയാണ് വന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയ കേട്ടോ ഒരു ഹോട്ടലിൽ. ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ വരുമ്പോൾ. പിന്നെ ഞങ്ങൾ മുഖമൊക്കെ ഒന്ന് ശരിയാക്കാൻ, മുടിയൊക്കെ ഒന്ന് കെട്ടാൻ വേണ്ടി ഞങ്ങൾ ചെറിയ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണനെ ഞാനാട്ടോ ഒരുക്കി കൊടുത്ത്. എങ്ങനെയുണ്ട്, രസമുണ്ടോ? അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തേക്ക് തൊഴാൻ വന്നു. ഡാൻസിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഫുള്ള് വയ്ക്കാതെ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ഈശ്വര എങ്ങനെയായിരിക്കും ഈ സ്റ്റേജിൻ്റെ ഉള്ളിൽ എന്നൊക്കെ ഞാനിങ്ങനെ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ നമ്മൾ തൊഴാൻ വരുമ്പോൾ ചിന്തിച്ചത് കേട്ടോ. അവിടെ കാണാൻ പറ്റി, സ്റ്റേജിൽ കയറാൻ പറ്റി, ഭഗവാന്റെ മുന്നിൽ കളിക്കാൻ പറ്റി, അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ പറ്റിയത്. അതിന് എല്ലാവരും എഫേർട്ടും ഉണ്ട് കേട്ടോ. നമ്മളെ ഓരോ ടീമും നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത്, അതുപോലെ കോസ്റ്റ്യൂം ആയാലും അതൊക്കെ എടുക്കാൻ പോകും. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. നമ്മൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ അത് നല്ല രീതിയിൽ തീർന്നതും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതൊക്കെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആനപ്പന്തിക്കാട്ടോ പോയത്. കുട്ടികളൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, പിന്നെ ആനകളൊക്കെ കണ്ടു. എന്ത് ഒരു കൊമ്പുള്ളല്ലേ?
തിരിച്ച് നമ്മൾ കർമ്മ റോഡ് വഴിയാട്ടോ വന്നത്. കർമ്മ റോഡ് പോയി നമ്മൾ ബോട്ടിലൊക്കെ കയറി. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൂടെ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി എന്ന് വിചാരിക്കണം. അപ്പോൾ അമ്മയോ ഞാനൊന്നും ബോട്ടിലൊന്നും ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അമ്മയും കയറിയിട്ടില്ല, അച്ഛനൊന്നും കയറിയില്ല, മോനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരെയും കയറ്റി, ഞാനും എല്ലാവരും ആദ്യമായിട്ടൊക്കെ കയറുന്നത്. പക്ഷേ എനിക്ക് ഞാൻ കയറിയതിനെക്കാട്ടും കൂടുതൽ എൻ്റെ അച്ഛനെയും അമ്മേനൊക്കെ കയറ്റി കൊണ്ടുപോയതാണ് ഏറ്റവും ഇഷ്ടമായത്. കാരണം അവർക്ക് ഇത്രയും വർഷമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവർ അതിനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോകുമ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബോട്ടിലൊക്കെ കയറി. നല്ല രസമാണ്. ഞാൻ ഇതുവരെ കയറാത്തതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നിസ്സാര കാര്യമാണ്. കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ കാര്യമില്ലേന്ന്. ചെറിയ കാര്യമൊക്കെ തന്നെയാണ്. നമ്മളത് ചെയ്യാത്തതുകൊണ്ട് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മൾ അരങ്ങേറ്റം നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നല്ല രീതിയിൽ കഴിഞ്ഞു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇനി നല്ല നല്ല വേദികൾ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളുടെ ടീമിൻ്റെ പേര് സൗപർണിക എന്നാണ്. ഞങ്ങൾ കൈകൊട്ടിക്കളിയാണ് മെയിനായിട്ട് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ അരങ്ങേറ്റം എന്ന രീതിയിലാണ് നമ്മൾ തിരുവാതിരയെല്ലാം നമ്മൾ ഗുരുവായൂർ കളിച്ചത്. അപ്പോൾ നമ്മൾ അരങ്ങേറ്റം എല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ പേര് സൗപർണിക എന്നാണ്. അപ്പോൾ ഇനി നല്ല നല്ല സ്റ്റേജുകൾക്ക് കിട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.